പവിത്രം സീരിയലിന്റെ 35ാമത്തെ എപ്പിസോഡാണേ. അങ്ങനെ മോൾക്ക് വാക്ക് കൊടുത്തതുപോലെ തന്നെ വേദയും തരുണും കുഞ്ഞും കൂടെ ബീച്ചിലൊക്കെ കറങ്ങാൻ വന്നിരിക്കാട്ടോ. തരുണും കുഞ്ഞും ഇങ്ങനെ കളിക്കുന്നൊന്നും വേദയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. വേദ ഇങ്ങനെ മുഖം കൊടുക്കാതെ നിൽക്കണേ. അങ്ങനെ അവര് ഫോട്ടോ സെൽഫി ഒക്കെ എടുക്കുന്ന സമയത്ത് വേദ തല താഴ്ത്തി മുഖം തിരിച്ച് നിൽക്കുക കേട്ടോ. ഇത് കാണുമ്പോൾ മോള് വേദയെ പിടിച്ചു നിർത്തിയിട്ട് ഫോട്ടോ എടുക്കും. അങ്ങനെ നടന്നു വരുമ്പോ തരുൺ ബലൂണൊക്കെ വാങ്ങിച്ചു കൊടുക്കും കേട്ടോ. മോള് വേഗം വേദയ്ക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കും. വേദ അറിയും, ആ കൊള്ളാലോ, സൂപ്പർ ബലൂൺ ആണല്ലോ. അങ്ങനെ ബലൂൺ വെച്ച് അമ്മയും മോളും കളിക്കും. കുറച്ച് കഴിഞ്ഞാൽ അവരവിടെയൊക്കെ ഇങ്ങനെ കറങ്ങൂട്ടോ. അങ്ങനെ നടക്കുമ്പോൾ മോള് രണ്ടാളുടെ കൈ പിടിച്ചിട്ട് ചോദിക്കും, അമ്മ അച്ഛ നിങ്ങൾ രണ്ടുപേരും എന്താ പരസ്പരം ഒരുപാടൊന്നും സംസാരിക്കാത്ത? സ്കൂളിൽ വരുന്ന മറ്റു പാരന്റ്സ് ഒക്കെ എന്ത് കളിയും ചിരിയാ, നിങ്ങൾ മാത്രം എപ്പോഴും സീരിയസ്? പോലീസും കളക്ടറും ആയതുകൊണ്ടാ എന്തെങ്കിലും പറഞ്ഞ അപ്പ പറയും, നടക്ക് ഗൗരി, ഇരിക്ക് ഗൗരി, പഠിക്ക് ഗൗരി, കഴിക്ക് ഗൗരി, മടുത്തു എന്ന് പറഞ്ഞേ കൈ തട്ടി മാറ്റി കുട്ടി മുന്നോട്ട് നടക്കും. ഗൗരി എന്ന് വേദ വിളിക്കട്ടോ. അങ്ങനെ മോൾ അവിടുന്ന് പോകുമ്പോ തരുൺ, വേദ എന്തോ പറയാനായിട്ട് തുടങ്ങും. അല്ലെങ്കിൽ വേണ്ട, ഒന്നുമില്ല എന്ന് പറഞ്ഞ് മോളുടെ അടുത്തേക്ക് ഓടിപ്പോവും. വാ സുന്ദരിക്കുട്ടി, ഐസ്ക്രീം വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് പോവാം. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് നന്ദിനിയും വിനായകനും കൂടെ മാഷിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുക. നന്ദിനിക്കൊരു പേടിയുണ്ട്. ചെന്ന് കയറിയതും നമ്മൾ ആട്ടി ഇറക്കും അച്ഛൻ. വിനായകൻ ചോദിക്കും, എന്തിനു? അല്ല, ഇവിടെ താമസം തുടങ്ങിയിട്ട് ഇത്രയും കാലമായിട്ട് നമ്മളിങ്ങോട്ട് വന്നില്ലല്ലോ. അപ്പൊ വിനായകൻ പറയും, അത് പേടിക്കണ്ട, വിശ്വേട്ടനും വന്നിട്ടില്ല, ഞാൻ അന്വേഷിച്ചു. നന്ദിനി പറയും, വിശ്വേട്ടനെ ബിസിനസിന്റെ ഒഴിവുകേട് പറയാം, നമുക്കോ? അപ്പൊ വിനായകൻ, ഞാനൊരു ബിസിനസ്സുകാരനാണെന്ന് അച്ഛൻ അറിയാം. കൊള്ളാലോ വീട്, ടൗണിന്റെ നടുക്ക് ഇത്രയും സ്ഥലമുള്ള ഒരു വീട്, വിശ്വസിക്കാൻ പറ്റുന്നില്ല. നന്ദിനി അറിയും, എനിക്കും. വിനായകൻ ആ വീടും പറമ്പും വിൽക്കുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കും കേട്ടോ. നന്ദിനി അറിയും, അതൊക്കെ അവർ വിൽക്കുമ്പോഴല്ലേ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് അവർ അകത്തേക്ക് പോവാം. കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ആമിയാണ് വരുന്നത്. ആരാ? നന്ദിനി അറിയും, വിക്രവും സുധാകരൻ മാഷും. ആ, അവര് പുറകിലാണ്. നിങ്ങൾ ആരാണ്? ഞാൻ ചേട്ടൻ വിനായകൻ, കയറിയിരിക്കാം. വിനായകൻ പറയും, ആദ്യം അച്ഛനെ കാണട്ടെ. അപ്പോൾ ആമി പറയും, ഞാൻ വിളിക്കാം, ആ വാതിൽ തുറന്നാൽ ഇതൊരു വീടായി എന്ന് പറഞ്ഞു ഡോറ് തുറക്കാനായിട്ട് പോകുമ്പോൾ നന്ദിനി വയ്ക്കും, ആ കൊച്ചെന്താ അങ്ങോട്ട് നമ്മൾ പറഞ്ഞയക്കാതെ ഇവിടെ തന്നെ നിർത്തിയത്? ഇനി നമ്മൾ വന്നാൽ അകത്ത് കയറ്റരുത് എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടാവോ? വിനായകൻ പറയും, അങ്ങനെയൊന്നും ഉണ്ടാവില്ലടി, മിണ്ടാതിരിക്കേ, ആ കുട്ടി ഇത്തിരി സ്നേഹക്കൂടുതൽ കാണിച്ചതാ. അങ്ങനെ ആമി അവരെ വിളിക്കാൻ പോകുന്ന സമയത്ത് അരവിന്ദേട്ടൻ വന്ന് ഇവരെ അകത്തേക്ക് ക്ഷണിക്കും. ഞാൻ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ അറിയാം, മാഷ് എല്ലാരെ കുറിച്ചും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അരവിന്ദേട്ടനുമായിട്ട് സംസാരിച്ച് ആ വീടും പറമ്പും വിൽക്കുന്നിടത്ത് വരെ എത്തൂട്ടോ. മാഷ് ഇത് കേട്ടുകൊണ്ടാ വരുന്നത്. കാലെടുത്ത് വെച്ചപ്പോ തന്നെ, കുടുംബം പൊളിച്ചു വിൽക്കാൻ നോക്കണോ വിനായക? ഇത് കേൾക്കുന്നതും നന്ദിനിയും വിനായകനും വേഗം എണീക്കൂട്ടോ. അച്ഛൻ ഞാൻ അങ്ങനെ പറഞ്ഞല്ല. മാഷ് പറയും, എങ്കിൽ പിന്നെ നീ ഇതെങ്ങനെ വീതിക്കണം എന്ന് ആലോചിക്കണ്ട. അരവിന്ദൻ പറയും, ഈ വിനായകനൊരു സാധ്യത പറഞ്ഞേ ഉള്ളൂ. മാഷ് പറയും, ഇവനൊരു സാധ്യത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വേറെ വലിയ സാധ്യതകൾ ഇവൻ മനസ്സിൽ കണ്ടു കാണും. അല്ല, എന്താ പതിവില്ലാതെ ഈ വഴിക്ക്? അത് പിന്നെ അച്ഛ ഓണക്കല്ലേ, 2-3 ദിവസം അച്ഛൻ്റെ കൂടെ ഓണം ആഘോഷിച്ചിട്ട് പോവാന്ന് കരുതി. മാഷ് പറയും, സന്തോഷം, എന്നാ വാ, ഞാനും വിക്രവും താമസിക്കുന്നത് പുറകിലാണ്. അറിഞ്ഞു, ഇവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോ ഇരുന്നതാ. നന്ദിനിക്കും വിനായകനും ഭയങ്കര സന്തോഷമാവും. മാഷ് പറയും, എങ്കിലും വാ. അവര് നേരെ വരാൻ തുടങ്ങുമ്പോ മാഷ് പറയും, അയ്യോ ഇതിലല്ല, ആ സൈഡിലൂടെ പുറകിലേക്ക് വന്നാൽ മതി, അതിലെയാ ഞങ്ങൾ താമസിക്കുന്നിടത്തേക്കുള്ള വഴി. അപ്പൊ നന്ദിനി ആകെ അന്തം വിടുട്ടോ. അരവിന്ദേട്ടൻ പറയും, ഇനി ഇതിലെ പോവാല്ലോ മാഷെ. മാഷ് പറയും, വേണ്ട അരവിന്ദ, ആദ്യമായിട്ട് വന്നതല്ലേ, അതിലെ തന്നെ പോന്നോട്ടെ. വിനായകൻ പറയും, ആയിക്കോട്ടെ വാടി എന്ന് പറഞ്ഞ് അവര് പുറത്തു കൂടെ ഇറങ്ങി വരിക കേട്ടോ. ഇറങ്ങി പോയി കഴിഞ്ഞാൽ മാഷ് പറയും, കാര്യന്റെ മകൻ തന്നെയാ, പക്ഷേ ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ ഈ വീടും പറമ്പും മാത്രമല്ല തന്നെ വിട്ടുകളയും, അതുകൊണ്ട് അധികം അടുപ്പിക്കാതിരിക്കുന്നതാ നല്ലത്. ഇത് കേൾക്കുമ്പോ അരവിന്ദേട്ടൻ ചിരിക്കും. അങ്ങനെ മാഷ് അവിടുന്ന് പോട്ടോ. ഈ സമയം നന്ദിനിയും വിനായകനും പുറത്തൂടെ വരുമ്പോ നന്ദിനി പറയും, നമ്മൾ വന്നത് അച്ഛന് പിടിച്ചിട്ടില്ല. വിനായകൻ പറയും, നീ തുടങ്ങല്ലേ. നന്ദിനി പറയും, എന്താ അച്ഛൻ്റെ വർത്താനത്തിൽ നിങ്ങൾക്ക് തോന്നിയില്ലേ? വിനായകൻ പറയും, നീ അച്ഛനോട് കാണിച്ചതും പെരുമാറിയതും അത്രയ്ക്ക് നന്നായിട്ടൊന്നും അല്ലായിരുന്നല്ലോ. ഞാൻ എന്ത് കാണിച്ചതാ? അപ്പൊ വിനായകൻ പറയും, വെറുതെ കഴിഞ്ഞതൊന്നും വലിച്ചിടാൻ നിൽക്കണ നന്ദിനി, നമ്മൾ ഓണത്തിന് വന്നു, 4 ദിവസം നിൽക്കുന്നു, പോകുന്നു. അതിനിടയിൽ നമ്മുടെ പണി വല്ലവും ഒക്കുമെന്ന് നോക്കുന്നു, കൊത്തുമോന്ന് നോക്കുന്നു, പോകുന്നു. നീ വരാൻ നോക്ക്. അങ്ങനെ ഇവര് പിറകിലേക്ക് വരാട്ടോ. ഈ സമയം വിക്രം അവിടെ പിറകിലിരിക്കണ്ടേ. ആമി വന്നിട്ട് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോഴേക്കും ഇവര് മുന്നിലെത്തൂട്ടോ. നിങ്ങൾ ഇതിലെ പോന്നോന്ന് ചോദിക്കും ആമി. നിങ്ങൾ ഇരിക്കൂ, ഞാൻ ചായ എടുക്കാം. സാരില്ല കുട്ടി, അതൊന്നും വേണ്ട. അപ്പൊ ആമി പറയും, ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചു. നന്ദിനി പറയും, ഞങ്ങൾ വന്നത് ആ വീട്ടിലേക്കല്ലല്ലോ, ഈ വീട്ടിലേക്കല്ലേ, ചായ വേണമെങ്കിൽ ഞങ്ങൾ ഇട്ട് കുടിച്ചോളാം, ഇത് ആമിക്ക് വിഷമാവും. അപ്പോഴേക്കും മാഷെ, നന്ദിനി ആമിയെ അങ്ങനെ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെ കാണണ്ട, ഈ വീട്ടിലെ അടുക്കളയിലും അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്തായാലും നീ വന്ന സ്ഥിതിക്ക് ചായ നീ തന്നെ ഇട്ടോ, ചെല്ല്. നന്ദിനി ആകെ പെട്ട അവസ്ഥയിലാട്ടോ. പിന്നെ ചായ ഉണ്ടാക്കുന്ന കൂട്ടത്തിലെ ആമിക്കും അവളുടെ അച്ഛനും കൂടെ ഉണ്ടാക്കിക്കോളൂ. അരവിന്ദനെ ഈ നേരത്തെ ഒരു ചായ പതിവുള്ളതാ അല്ലേ ആമി? ആമി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. ആശു പറയും, ചെല്ല് നന്ദിനി, വന്ന് കയറിയപ്പത്തിലേക്ക് തൊന്തം പണി തരാൻ നോക്കുകയാണല്ലോ എന്ന് വെറുതെ പോകട്ടോ.
തിരിഞ്ഞു നിന്നിട്ട് അച്ഛാ ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അച്ഛാ? ഒരു രക്തപ്രസാദവും ഇല്ല, ഉന്മേഷവും ഇല്ല, ഒരു നനഞ്ഞ കോഴിയുടെ കണക്ക്, അതുകൊണ്ട് ചോദിച്ചതാ. മാഷ് പറയും ആ കുട്ടിയുടെ പ്രകൃതം അങ്ങനെയാണ്, നീ പോയി ചായ ഉണ്ടാക്കാൻ നോക്ക്. നന്ദിനി പോയി കഴിഞ്ഞാൽ വിനായകൻ പറയും രണ്ട് വീട്ടിലാണെങ്കിലും നിങ്ങളൊരു കുടുംബം പോലെയാണല്ലോ അച്ഛാ. മാഷ് പറയും ഇതുവരെ അങ്ങനെയായിരുന്നു. വിനായകൻ ചോദിക്കും അതെന്താ വെച്ചാ അങ്ങനെ ഒരു പറച്ചിൽ? മാഷ് പറയും എങ്ങനെ പിരിക്കാന്നല്ലാതെ എങ്ങനെ കൂട്ടിച്ചേർക്കാന്ന് നീ ഒരു കാലത്തും ആലോചിച്ചിട്ടില്ലല്ലോ വിനായക. അത് കുടുംബക്കാരെ ആണെങ്കിലും നാട്ടുകാരെ ആണെങ്കിലും. ഈ സമയം വിക്രമിനൊരു കോള് വരൂട്ടോ. തരുണാണ് വിളിക്കുന്നത്. വിക്രം അറിയുന്ന സംസാരിക്കണേ. പറയ് സർ, താൻ വരാറായോ? അപ്പോൾ വിക്രം പറയും സാർ എൻ്റെ ഏട്ടനും ചേട്ടത്തിയൊക്കെ എത്തിയിട്ടുണ്ട്, ഞാൻ സ്കൂളിലേക്ക് നേരിട്ട് എത്തിയാൽ മതിയില്ലേ? തരുൺ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നാലും ശരിയെന്ന് പറഞ്ഞു കോള് കട്ട്. അങ്ങനെ അതിനുശേഷം പിന്നീട് നന്ദിനി എല്ലാവർക്കും ചായ ഉണ്ടോന്ന് കൊടുക്കൂട്ടോ. വിക്രമിനോട് ചോദിക്കും നിനക്കൊരു ആയയുടെ ജോലി കിട്ടിയെന്ന് കേട്ടോ, ശരിയാണോടാ? വിനായകൻ പറയും ജയിലിൽ വെച്ച് പഠിപ്പൊക്കെ പാസ്സായിട്ട് നിനക്ക് ഈ ജോലി കിട്ടിയുള്ളൂ, നീ എന്റെ കൂടെ വാടാ, ഇതിലേക്കാളും ക്യാഷ് ഉണ്ടാക്കുന്ന പണി ഞാൻ തരാം. സ്ഥലക്കച്ചവടം കാണിക്കുമ്പോ മോട കാണിക്കുന്ന അവന്മാരുണ്ടാവും, എനിക്ക് നിന്നെ പോലെ ഒരാൾ കൂട്ടുള്ളത് നല്ലതാ. മാഷ് പറയും കൂലിക്ക് തല്ലുന്ന പണിക്ക് ഇനി അവനില്ല. നന്ദിനി പറയും എന്നിട്ടും ചെയ്യുന്നത് ഇപ്പൊ അതന്നെയല്ലേ? മാഷും വിക്രവും നോക്കുന്ന കാണുമ്പോ ഞാൻ ചായ അവർക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് വേഗം പോകും നന്ദിനി. വിശ്വേട്ടനാ പറഞ്ഞത് നീ ഏതൊരു കുട്ടിയുടെ ബോഡി ഗാർഡാണെന്ന്. എന്ന് വെച്ചാ ആ കുട്ടിക്ക് ആക്രമണം വന്നാൽ അത് തടയുന്ന ആള്. വിക്രവും മാഷും ഒന്നും പറയുന്നില്ല കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഗൗരിമോൾക്ക് സ്കൂളിൽ പോകാൻ ടൈം ആയിട്ടുണ്ട്, വേദം മുടി കെട്ടി കൊടുക്കുക. വാ മോളെ, വണ്ടി വരാറായില്ലേ? അപ്പോ മോള് പറയും ഒരു 10 മിനിറ്റ്. തരുൺ പറയും എന്നാലേ ഇന്ന് അച്ഛനും അമ്മയും മോളെ കൊണ്ടാക്കാം, എങ്ങനെ ഉണ്ടാവും? ഗൗരിക്ക് ഇഷ്ടാവും, അത് കൊള്ളാലോ. അപ്പോഴേക്കും സേതുലക്ഷ്മി വന്നിട്ട് പറയും അവളുടെ വണ്ടി വരാൻ നേരായി, വണ്ടിയോട് പോകാൻ പറ അച്ഛമ്മേ, വല്ലപ്പോഴും അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം പോയിക്കോട്ടെ. വേദ ചിരിക്കും. തരുണും വേദയോടെ പോയി റെഡി ആയിക്കോളാൻ പറയും തരുൺ. അങ്ങനെ വേദ എണീക്കൂട്ടോ. അല്ല അപ്പൊ എനിക്ക് എക്സ്കോട്ട് വരുന്ന ബോഡി ഗാർഡോ? തരുൺ പറയും അയാളെ ഞാൻ സ്കൂളിലേക്ക് അയക്കാം, അമ്മ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് വേദയും പോവും. അങ്ങനെ അവര് വീട്ടിൽ നിന്ന് ഇറങ്ങാട്ടോ. ഇറങ്ങുന്ന സമയത്ത് മോള് ചോദിക്കും ഞാൻ അച്ഛന്റെ വണ്ടിയിലോ അമ്മയുടെ വണ്ടിയിലോ? തരുൺ ചോദിക്കും അതെന്താ മോളെ? അപ്പൊ മോള് പറയും അല്ല നിങ്ങൾ അങ്ങനെയാണല്ലോ പോവാറ്. തരുൺ പറയും ഇന്ന് നമുക്ക് ഒരുമിച്ചൊരു വണ്ടിയിൽ പോകാം. മോക്ക് ഒന്നുകൂടെ സന്തോഷമാവും. വേദയുടെ വണ്ടിയുടെ ഡ്രൈവറോട് ഈ വണ്ടിക്ക് പിന്നാലെ വരാൻ പറയാട്ടോ. അങ്ങനെ ഇവരുടെ കാർ ഇങ്ങനെ പോയി കഴിയുമ്പോൾ തന്നെ ഒരു ജംഗ്ഷനില് ഒരു വണ്ടി ഇവരെങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാ മറ്റേ ദേവരാജന്റെ ആൾക്കാരാണ്. അവരുടൻ തന്നെ ആ കുളന്തയായിട്ട് അവർ പോകുന്നുണ്ടെന്ന് വിളിച്ച് ദേവരാജനെ അറിയിക്കുമ്പോൾ ദേവരാജൻ പറയും കുട്ടീനെ മാത്രം ഫോളോ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യരുത്, ഞാൻ പറയും എല്ലാം. അങ്ങനെ ആ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വണ്ടിയുടെ പിന്നാലെ തന്നെ ഇവന്മാരും വരും കേട്ടോ. അങ്ങനെ ഇവരുടെ വണ്ടി സ്കൂളിലേക്ക് പോകുമ്പോൾ അവർ വണ്ടി പുറത്ത് തന്നെ നിർത്തിയിട്ടോ. അങ്ങനെ മോളെ ഇറക്കി കഴിഞ്ഞാലേ തരുൺ പറയും ഇനി മോള് ക്ലാസ്സിലേക്ക് പോയിക്കോട്ടോ. മോളേക്കും വൈകിട്ട് നിങ്ങൾ വരുമോ? അപ്പൊ തരുൺ പറയും ഞങ്ങക്ക് ജോലിയില്ല മോളെ. ഓ അപ്പൊ വൈകിട്ട് ചെമ്പുകം പിന്നാലെ ഉണ്ടാവുമല്ലേ? അമ്മേ ടാറ്റ. വേദ മോക്ക് നെറ്റിലൊരു ഉമ്മ കൊടുക്കും. അങ്ങനെ മോള് പോകുമ്പോ അവര് ടാറ്റ കൊടുക്കും. അത് കഴിഞ്ഞാൽ വേദ കാറിൽ കയറാൻ പോകുമ്പോ തരുൺ ചോദിക്കും വേദ ആ വണ്ടിയിൽ തന്നെ പോണമെന്നുണ്ടോ? വേദ പറയും അങ്ങനെയാണല്ലോ പതിവ്. തരുൺ പറയും ഇന്നൊരു ദിവസത്തേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം, ഇന്നെന്താ പ്രത്യേകത? തരുൺ പറയും പ്രത്യേകതയൊന്നും ഉണ്ടായിട്ടില്ല, കുറച്ച് സംസാരിക്കാന്ന് കരുതി. വേദയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ഇന്ന് എന്റെ ഡ്രൈവർ ഇല്ല, സംസാരിക്കുന്നതിൽ കുറച്ച് പ്രൈവസി ഉണ്ടാവും, അതുകൊണ്ടാ. വേദ ഓക്കെ പറയും. വേദയുടെ കാറിന്റെ ഡ്രൈവറോട് ആ വണ്ടിയിലാണ്, ഫോളോ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് തരുണിന്റെ കൂടെ കാറിൽ കയറും. ബാക്കിലായിട്ട് കയറാൻ തുടങ്ങുന്നത്. അപ്പൊ തരുൺ പറയും ഇവിടെ ഫ്രണ്ടില്. അങ്ങനെ ഇവർ കാറിൽ ഇങ്ങനെ പോവാട്ടോ. അല്പസമയം തരുൺ ഒന്നും മിണ്ടുന്നില്ല. വേദ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. എന്താ തരുണിന് പറയാനുണ്ടെന്ന് പറഞ്ഞത്? വേറെന്താ ഗൗരിയെ കുറിച്ച് തന്നെ. വേദയ്ക്കും അവൾക്കെന്താ? തരുൺ പറയും അവളിങ്ങനെ എത്ര കാലം മുന്നോട്ട് പോകും? വേദ പറയും മനസ്സിലായില്ല. തരുൺ പറയും ഇന്നലെ തന്നെ അവൾ ചോദിച്ചു കേട്ടില്ലേ നമ്മൾ എന്താ അധികം സംസാരിക്കാത്തേന്ന്. ഓരോ കൊല്ലം കൂടുന്തോറും ആ സംശയം കൂടി വരെയുള്ളൂ, അതുകൊണ്ട് ഞാൻ അവളോടെല്ലാം തുറന്നു പറഞ്ഞാലോ എന്ന് ആലോചിക്കും. വേദ ഒന്ന് ഞെട്ടും. എന്ന് വെച്ചാ? തരുൺ പറയും അവൾക്ക് പാരന്റ് ആയിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ എന്നും താൻ അവളുടെ ആയായി വന്ന ആളാണെന്നും അവളെ അറിയിക്കുന്നതല്ലേ നല്ലത്. ഇത്രയും ദിവസം അമ്മ എന്ന് വിളിച്ചിട്ട് പെട്ടെന്നൊരു ദിവസം താൻ അമ്മയല്ലെന്ന് പറയുമ്പോ അത് പ്രശ്നമാണ്. പക്ഷെ എന്നായാലും അതൊക്കെ അറിയണല്ലോ. വേദയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ മനസ്സ് ചിലപ്പോ അതുമായിട്ട് നേരത്തെ പൊരുത്തപ്പെട്ടെന്ന് വരാം. വേദ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ തരുൺ വയ്ക്കും വേദ എന്ത് പറയുന്നു? ആക്ച്വലി വേദയോട് ചോദിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഇത്രയും കാലം അവളുടെ അമ്മയുടെ സ്ഥാനത്ത് കഴിഞ്ഞ ആളല്ലേ. വേദയ്ക്ക് സങ്കടവും ദേഷ്യമൊക്കെ വന്ന് കണ്ണൊക്കെ നിറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കണ്ണ് തുടച്ച് നിൽക്കുമ്പോണ്ടാവും ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ വിക്രം അതിലൂടെ അങ്ങ് പാസ് ചെയ്യുന്നേ. ഇത് കാണുന്നതും വേദ അങ്ങ് ഞെട്ടിപ്പോവും. സ്റ്റോപ്പ് ദി കാർ. വേദ ഇങ്ങനെ ബാക്കോട്ട് തിരിഞ്ഞിട്ട് സ്റ്റോപ്പ് ദി കാർ. തരുൺ ചോദിക്കും എന്താ എന്ന് വെച്ചുകൊണ്ട് സൈഡാക്ക. വേദ വേഗം സീറ്റ് ബെൽറ്റ് ഒക്കെ ഊരി കാർന്ന് പുറത്തിറങ്ങും. എന്നിട്ട് വിക്രം പോയ സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോഴേക്കും തരുൺ പിന്നാലെ വന്നിട്ട് വേദയുടെ കൈ പിടിച്ചിട്ട് വേദ എന്താ എന്താ പ്രശ്നം? വേദ ഒന്ന് പെട്ടെന്ന് ഷോക്കായതാട്ടോ. എന്നിട്ട് പറയും ഗൗരിമോളുടെ മേലുള്ള അവകാശവാദം ഉറപ്പിക്കുന്നതിനും അവളോടത് പറയുന്നതിനു മുമ്പ് തരുൺ അമ്മയുമായിട്ട് ഇക്കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞ് വേദയുടെ കാറിൽ കയറും. തരുണിനെ ഒന്നും മനസ്സിലായിട്ടില്ല വേദ എന്തെങ്ങനെ പെരുമാറിയതെന്ന്.
തരുൺ ഇങ്ങനെ നോക്കി നിൽക്കുക. വേദയാണെങ്കിൽ സങ്കടത്തോടു കൂടെ കാറിൽ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഭാഗം കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്